ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റിൻ്റെ റാപ്പിഡ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്ലാസ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഫിലോസഫിക്കൽ സ്കൂൾ എംഫസൈസസ് സെൽഫ് റിയലൈസേഷൻ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആസ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ? അതായത് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനും അതുപോലെ തന്നെ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് 4 ഓപ്ഷനാണുള്ളത്: നാച്ചുറലിസം, ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം. ഓക്കെ, സോ ഇതിൽ ഏത് സ്കൂളാണ് സെൽഫ് റിയലൈസേഷനും അതുപോലെ തന്നെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തത്? അതായത് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം ഈ സെൽഫ് റിയലൈസേഷനും സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറഞ്ഞത് ഇതിൽ ഏത് സ്കൂളാണ്? പറഞ്ഞേ. യെസ്, അത് ഐഡിയലിസം ആണ്. ഏതാണ്? ഐഡിയലിസം. ഐഡിയലിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഫാദർ ഓഫ് ഐഡിയലിസം. ആരായിരുന്നു ഫാദർ ഓഫ് ഐഡിയലിസം? യെസ്, അത് പ്ലേറ്റോ ആണ്. ഓക്കെ, സോ പ്ലേറ്റോ ആണ് ഫാദർ ഓഫ് ഐഡിയലിസം. ഐഡിയലിസത്തിൻ്റെ ഫാദർ പ്ലേറ്റോ. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് റിയലൈസേഷൻ അതുപോലെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്കൂൾ ഓഫ് ഫിലോസഫി ഏതാണെന്ന് ചോദ്യം വരും, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഏതാണ്? ഐഡിയലിസം. ഐഡിയലിസത്തിൻ്റെ ഫാദർ ആരാണ്? പ്ലേറ്റോ. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ who among the following is associated with the philosophy of pragmatism? താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഫിലോസഫി ഓഫ് പ്രാഗ്മാറ്റിസം, അതായത് പ്രാഗ്മാറ്റിസം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ആരാണ്? ജോൺ ഡൂയി, ഫ്രോബൽ, റൂസോ, ടാഗോർ. ഇതിലാരായിരിക്കും? യെസ്, നമുക്കറിയാം അല്ലേ, പ്രാഗ്മാറ്റിസം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ആരെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്? യെസ്, അത് ജോൺ ഡൂയി ആണ്. അപ്പോൾ ജോൺ ഡൂയി ആണ് പ്രാഗ്മാറ്റിസം ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഈ പ്രാഗ്മാറ്റിസം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അതായത് പ്രൊജക്റ്റ് മെത്തേഡ്, അതുപോലെ എക്സ്പീരിമെൻ്റൽ മെത്തേഡ്, എക്സ്പീരിമെൻറ്റ്സ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഏതാണ്? പ്രാഗ്മാറ്റിസം ആണ് അല്ലേ? ഓക്കെ, സോ പ്രാഗ്മാറ്റിസം ജോൺ ഡൂയി. ആരാണ്? ജോൺ ഡൂയി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is not one of the 6 schools of Indian philosophy? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ഏതാ നമുക്കറിയണം. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. നമുക്ക് 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്: മീമാംസ, ന്യായ, അദ്വൈത, വൈശേഷിക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് അദ്വൈതയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. ഏതൊക്കെയാണ് 6 സ്കൂളിൽ നിന്ന് നമുക്കിപ്പോൾ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, സോ 6 ഓർത്തഡോക്സ് സ്കൂൾസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, മീമാംസ, വേദാന്ത. ഇതാണ് ആ 6 സ്കൂള്. ഇതിൽ അദ്വൈതയാണ് നമ്മുടെ ഓപ്ഷൻ വന്നത് അല്ലേ? ഓക്കെ, സോ ഈ അദ്വൈത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തയിൽ വരുന്ന ഒരു സബ് സ്കൂളാണ് അദ്വൈത. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 6 സ്കൂൾ നമ്മൾ പഠിച്ചു. അദ്വൈത എന്താണ്? സബ് സ്കൂളാണ് അല്ലേ? അത് ഏതിൽ വരുന്ന സബ് സ്കൂളാണ്? യെസ്, അത് വേദാന്തയുടെ സബ് സ്കൂളാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യൻ: ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈ താലിം ഇൻ ഇന്ത്യ? അപ്പോൾ ഇന്ത്യയിൽ ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈ താലിം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ബേസിക് എഡ്യൂക്കേഷൻ കേട്ടാലേ നമുക്ക് ആരാ ഓർമ്മ വരണം? യെസ്, അത് മഹാത്മാഗാന്ധിയാണ് അല്ലേ? അപ്പോൾ നമുക്കിനി ഓപ്ഷൻ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് ആൻസർ അറിയാം. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? മഹാത്മാഗാന്ധി. അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ പറഞ്ഞ വേറൊരു പേരാണ് നെയ് താലീം. എന്താ പറയുക? നെയ് താലീം. ഓക്കെ, സോ ബേസിക് എഡ്യൂക്കേഷൻ അപ്പോൾ മഹാത്മാഗാന്ധിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ നെയ് താലീം എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ് ത്രൂ പ്രൊഡക്റ്റീവ് വർക്ക്. പ്രൊഡക്റ്റീവ് വർക്കിലൂടെയുള്ള പഠനം, ലേണിംഗ്, അതാണ് എന്ത്? നെയ് താലീം അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ. ഇത് കൂടുതലും പ്രൊമോട്ട് ചെയ്തത് സെൽഫ് റിലയൻസ് അതുപോലെ തന്നെ മോറൽ എഡ്യൂക്കേഷനും ഡിഗ്നിറ്റി ഓഫ് ലേബറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ഇതായിരുന്നു നെയ് താലീം അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ്റെ കീ ഫീച്ചേഴ്സ്. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? യെസ്, അത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിലോസഫി അഡ്വക്കേറ്റ്സ് ഫ്രീ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഇൻ നാച്ചുറൽ എൻവയോൺമെൻറ്റ്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അതായത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നാച്ചുറൽ എൻവയോൺമെൻറ്റിലൂടെ ആവണം എന്ന് പറയുന്നത് ഇതിൽ ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്? നാച്ചുറലിസം ആണോ, അതോ റിയലിസം ആണോ, ഐഡിയലിസം ആണോ, ഹ്യൂമനിസം ആണോ? ഏതാ? യെസ്, അത് നാച്ചുറലിസം ആണ് അല്ലേ? അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റിലാണ് ലേണിംഗ് സാധ്യമാകേണ്ടതെന്ന് പറഞ്ഞത് നാച്ചുറലിസം ആണ്. ഇനി നാച്ചുറലിസത്തിൻ്റെ ഫാദർ ആരാണ്? നമ്മൾ ഐഡിയലിസത്തിൻ്റെ ഫാദർ പഠിച്ചില്ല. ഐഡിയലിസത്തിൻ്റെ ഫാദർ ആരായിരുന്നു? പ്ലേറ്റോ ആണ്. ഇനി ഫാദർ ഓഫ് നാച്ചുറലിസം അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? യെസ്, അത് റൂസോ ആണ്. ആരാ?
റൂസോ. ഓക്കെ, സോ ഫാദർ ഓഫ് നാച്ചുറലിസം റൂസോ. അപ്പം നാച്ചുറലിസം ആണ് എന്ത് പറഞ്ഞത്, അതായത് നേച്ചർ ഇസ് ദ ബെസ്റ്റ് ടീച്ചർ, നേച്ചറാണ് ബെസ്റ്റ് ടീച്ചർ. അതുപോലെ തന്നെ ഫോമൽ എഡ്യൂക്കേഷനും അതോറിറ്റി ബേസ്ഡ് സിസ്റ്റത്തിനൊക്കെ എതിരായിരുന്നു നാച്ചുറലിസം. അപ്പം നാച്ചുറലിസത്തിൻ്റെ ഫാദർ റൂസോ ആണ്. നേച്ചർ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, നാച്ചുറലിസം പറഞ്ഞത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. ഓക്കെ, സോ 7th ക്വസ്റ്റ്യൻ, ദ ബുക്ക് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് വാസ് റിട്ടൺ ബൈ. അപ്പോൾ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ഓക്കെ, സോ 4 ഓപ്ഷൻ ഉണ്ട്. ജോൺ ഡൂയി, പൗലോ ഫ്രയർ, റൂസോ, മരിയ മോണ്ടിസോറി. ഇതിലാരാണ്? യെസ്, അത് പൗലോ ഫ്രയർ ആണ്. ആരാണ്? പൗലോ ഫ്രയർ. ഓക്കെ, സോ പൗലോ ഫ്രയറുടെ ബുക്കാണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. എന്താണ് ബുക്കിൻ്റെ പേര്? പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ഓക്കെ അല്ലേ? അപ്പോൾ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എഴുതിയത് ആരാണ്? പൗലോ ഫ്രയർ. എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്, പൗലോ ഫ്രയർ. ഇത് നമ്മൾ ബി എഡിനൊപ്പം പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, അപ്പോഴാണ് കൂടുതലും നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, സോ പൗലോ ഫ്രയർ ആണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എഴുതിയത്. ഇനി റൂസോൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൻ്റെ പേര് അറിയാം നിങ്ങൾക്ക്? യെസ്, അത് എമിലിയാണ്. അപ്പോൾ ഈ നാച്ചുറലിസത്തിൻ്റെ ഫാദർ ആരായിരുന്നു? അത് റൂസോ ആണ്. ഐഡിയലിസത്തിൻ്റെ ഫാദറോ? യെസ്, അത് പ്ലേറ്റോ ആണ്. അപ്പോൾ ഫാദർ ഓഫ് ഐഡിയലിസം പഠിച്ചു, ഫാദർ ഓഫ് നാച്ചുറലിസം പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി റൂസോയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്കിൻ്റെ പേരെന്താ? എമിലി. ഓക്കെ, എമിലി എഴുതിയത് ആരാണ്? റൂസോ. ഇനി പൗലോ ഫ്രയറുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്ത്? പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ഓക്കെ, സോ ഈ പൗലോ ഫ്രയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന വേറൊരു വാക്കുണ്ട്, അതായത് ക്രിട്ടിക്കൽ പെഡഗോജി. ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? പൗലോ ഫ്രയർ ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. ഓക്കെ, സോ പൗലോ ഫ്രയർ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ക്രിട്ടിക്കൽ പെഡഗോജി. എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജി? ഓക്കെ, അതുപോലെ തന്നെ ബാങ്കിങ് സിസ്റ്റത്തിനൊക്കെ എതിരായിരുന്നു പൗലോ ഫ്രയർ. ഓക്കെ, എഡ്യൂക്കേഷൻ ഒരു ബാങ്കിങ് സിസ്റ്റം ആണെന്ന് പറഞ്ഞത് ആരാ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ബാങ്കിങ് സിസ്റ്റത്തിന് എതിരായിരുന്നു എന്ത്? നമ്മുടെ പൗലോ ഫ്രയർ. അപ്പോൾ പൗലോ ഫ്രയറുടെ ഒരു ബുക്കാണ് പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു ശരിക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ മാൻ. ഇത് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരാൾ ഡിഫൈൻ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഗാന്ധിജി, വിവേകാനന്ദ, ടാഗോർ, മോണ്ടിസോറി. ആരാണിതിൽ? എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ മെൻ എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദയാണ്. ആരാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദ. അപ്പോൾ സ്വാമി വിവേകാനന്ദയുടെ വാക്കുകളാണിത്. അപ്പോൾ അദ്ദേഹം എംഫസൈസ്ഡ് സ്പിരിച്വൽ ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. അദ്ദേഹം കൂടുതലും സ്പിരിച്വൽ ആൻഡ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷനും പിന്നെ ഇന്നർ സ്ട്രെങ്ത് ത്രൂ എഡ്യൂക്കേഷൻ അതായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റ് ഇൻ മെൻ. ഇതാരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദ. അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെയുള്ള ഇനിയുള്ള ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.